ദൈവത്തിൻ്റെ പ്രിയപുത്രനായ യേശുവിനായി ഭൂമിയിൽ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദൈവരാജ്യം സ്ഥാപിക്കുവാൻ താങ്കൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ടോ? പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, ലോകത്തെല്ലാ രാജ്യങ്ങളും പൈശാചിക ശക്തികളുടെ ബന്ധനത്തിലാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നയാൾ ആണെങ്കിൽ രാജ്യങ്ങളെയും മനുഷ്യരെയും പൈശാചിക ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുവാനും ദൈവത്തിൻ്റെ പ്രിയപുത്രനായ യേശുവിനായി സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദൈവരാജ്യം സ്ഥാപിക്കാൻ പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്നവർ ബാധ്യസ്ഥരാണ്. പിശാചിൻ്റെയും ദുഷ്ടാത്മശക്തികളുടെ ശക്തിയും ബലവും നിർവീര്യമായി തീരുവാൻ യേശുവിൻ നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. ഈ ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. പണം സമ്പാദിക്കുവാനായി വളരെയധികം കഷ്ടപ്പെട്ട് ജീവിക്കരുത്. പണവും സ്വത്തുക്കളും ഇല്ലാതാകുന്ന കാലം വരുന്നു. എതിർ ക്രിസ്തു എന്ന യേശു പഠിപ്പിച്ചതിന് വിപരീതമായി പഠിപ്പിക്കുന്നവർ, പ്രവർത്തിക്കുന്നവർ ലോകത്തെല്ലായിടത്തും ഉയരും. മനുഷ്യർ അവരുടെ ബന്ധനത്തിലാവും. ദൈവത്തിലും പുത്രനായ യേശുവിലും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുകയും അനുനിമിഷം പ്രാർത്ഥനയോടെ ജീവിക്കുന്നവർക്ക് മാത്രമേ പിശാചിൻ്റെ വഞ്ചനയിൽപ്പെടാതെ അവനെ അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവർ എന്നേക്കുമായി ഭൂമിയിൽ പൈശാചിക ആക്രമണങ്ങളാലും അതികഠിനമായ രോഗങ്ങളാലും പ്രകൃതിക്ഷോഭങ്ങളാലും പീഡനം സഹിച്ച് ജീവിക്കേണ്ടി വരും. പിതാവായ ദൈവമായ യഹോവയായ ദൈവത്തിലും തൻ്റെ പ്രിയപുത്രനായ യേശു മശിഹായിലും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുക, ആരാധിക്കുക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ 3 ആളത്വമാണ്. ത്രിയേക ദൈവനാമമായ യഹോവയെയും പുത്രനായ യേശുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമമായ യഹോവയെ വിളിച്ച് ആരാധിക്കുക. പുത്രനുള്ളവർക്ക് പിതാവുമുണ്ട്, പുത്രനുമുണ്ട്. പുത്രനില്ലാത്തവർക്ക് പിതാവുമില്ല, പുത്രനും ഇല്ല. പുത്രനിൽ കൂടി മാത്രമേ ഒരാൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. ആമേൻ, ആമേൻ, ആമേൻ.